നമ്മുടെ വണ്ടിക്ക് ഒരു ചെറിയൊരു പ്രശ്നം, വണ്ടി ഏതും ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്കൂട്ടി ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി നമ്മൾ മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് മനസ്സിലായത് മെക്കാനിക്ക് ഹിന്ദിക്കാരനാണ്. മെക്കാനിക് എന്താണ്? ഹിന്ദിക്കാരനാണ്. അപ്പോൾ എങ്ങനെ ഹിന്ദിയിൽ ഈ കാര്യങ്ങളൊക്കെ, ഈ വണ്ടിയുടെ പ്രശ്നങ്ങൾ എങ്ങനെ പറയാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അല്ലേ ഹിന്ദിക്കാരനെ കാണുന്നു, മെക്കാനിക്കിനെ കാണുന്നു, നമ്മൾ പറയാണ് ഭായ്, അപ്പോൾ ഭായ് മേരി ഗാഡിമേ, മേരി ഗാഡിമേ എന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് എന്നാണ്, എൻ്റെ വണ്ടിക്ക്. മേരി ഗാഡിമേ തോടീസി എന്ന് പറഞ്ഞാൽ കുറച്ച്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ദിക്കത്ത് ഹേ. ദിക്കത്ത് ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് എന്നാണ്. ദിക്കത്ത് പറഞ്ഞാൽ പ്രശ്നം, ഹേ എന്ന് പറഞ്ഞാലോ ഉണ്ട്, എന്തായി പ്രശ്നമുണ്ട്. ഭായ് മേരി ഗാഡിമേ തോടീസി ദിക്കത്ത് ഹേ. എന്താണ്? ഭായ് മേരി ഗാഡിമേ തോടീസി ദിക്കത്ത് ഹേ, എൻ്റെ വണ്ടിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് പറഞ്ഞു നോക്കൂ, ഇതാ പറഞ്ഞോ. ഭായ് മേരി ഗാഡിമേ തോടീസി ദിക്കത്ത് ഹേ. ഇതൊരു 4 or 5 തവണ പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്, പഠിയും. ഒന്ന് പറഞ്ഞു നോക്കൂ. ഭായ് മേരി ഗാഡിമേ തോടീസി ദിക്കത്ത് ഹേ. ആദ്യം പറയുമ്പോൾ പതുക്കെ പറയാം, പതുക്കെ പറയാം. എന്നാൽ വീണ്ടും വീണ്ടും പറയും, അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാം. ഭായ് മേരി ഗാഡിമേ തോടീസി ദിക്കത്ത് ഹേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ ഇങ്ങോട്ട് പറയുകയാണ് എൻ്റെ വണ്ടിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു, അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കൂലേ, ആ ഓക്കെ എന്താണ് പ്രശ്നം ചോദിക്കൂലേ, അതാ മെക്കാനിക് ചോദിക്കുകയാണ്, അച്ഛാ ശരി, ക്യാ ദിക്കത്ത് ഹേ, ക്യാ ദിക്കത്ത് ഹേ, ക്യാ ദിക്കത്ത് ഹേ, എന്താണ് പ്രശ്നം, എന്താണ് പ്രശ്നം. അപ്പം നമ്മുടെ പ്രശ്നങ്ങളാണ്, നമുക്ക് പല അല്ലേ വണ്ടിക്ക് പല പ്രശ്നങ്ങൾ വരാം. ഒന്നാമത്തെ പ്രശ്നം ഞാനൊരു ഉദാഹരണം പറയാണ്. എന്താണ്? മുന്നത്തെ ബ്രേക്ക് ഇല്ലേ, വണ്ടിയുടെ മുന്നത്തെ ബ്രേക്ക് ശരിക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. അത് നമുക്ക് എങ്ങനെ പറയാം? ആഗേ കാ ബ്രേക്ക്, ആഗേ കാ ബ്രേക്ക് സഹി സെ നഹി ലഗ് രഹാ ഹൈ. എന്താണ്? ആഗേ കാ ബ്രേക്ക് സഹി സെ നഹി ലഗ് രഹാ ഹൈ. ആഗേ കാ മുന്നത്തെ ബ്രേക്ക്, ബ്രേക്ക് തന്നെ, സഹി സെ ശരിക്കും, നഹി ലഗ് രഹാ ഹൈ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എന്നായി. ഒന്ന് പറഞ്ഞു നോക്കൂ. ആഗേ കാ ബ്രേക്ക് സഹി സെ നഹി ലഗ് രഹാ ഹൈ, ആഗേ കാ ബ്രേക്ക് സഹി സെ നഹി ലഗ് രഹാ ഹൈ. ഒരു 4 or 5 തവണ പറഞ്ഞാൽ മതി, ശരിയാവും. ആഗേ കാ ബ്രേക്ക് സഹി സെ നഹി ലഗ് രഹാ ഹൈ. ഇനി അതല്ല പ്രശ്നം, എന്താണ്? മുന്നത്തെ ബ്രേക്ക് അല്ല പ്രശ്നം, ബാക്കത്തെ വിചാരിക്കാം, ബാക്കത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വേർഡുണ്ടല്ലോ ആഗേക്ക, അതിന് പകരം ഇവിടെ ഉണ്ടോ പീച്ചേക്ക, ഇത്രേ ഉള്ളൂ. പീച്ചേക്ക, പീച്ചേക്ക ബ്രേക്ക് സഹി സെ नहीं लग रहा है. भाई पीछे का ब्रेक सही से नहीं लग रहा है. എന്താണ്? പീച്ചേ കാ ബ്രേക്ക് സഹി സെ നെയ് ലഗ് രഹാ ഹൈ. ഒന്നും പറഞ്ഞില്ല. ആ ആഗേക്ക ഉണ്ടല്ലോ, മുന്നത്തെ ആഗേക്ക, അത് ഒഴിവാക്കിയിട്ട് ബാക്കത്തെ പീച്ചേക്ക, അത്രേ ഉള്ളൂ. ഇനി വിചാരിക്കാം ഇത് രണ്ടും അല്ല പ്രശ്നം. മുന്നത്തെ ബ്രേക്കും അല്ല, ബാക്കത്തെ ബ്രേക്കും അല്ല. പ്രശ്നം ഇതാണ്, എന്ത്? നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വണ്ടി എന്ത് ചെയ്യാണ്? നിൽക്കണം വിചാരിക്കുക. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫാകുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ കണ്ടോ, ഗാഡി ചലാത്തെ സമയം, ഇവിടെ ഉണ്ടോ ഗാഡി ചലാത്തെ, ചലാത്തെ ഓടിക്കുന്നതാണ്. ഗാഡി ചലാത്തെ സമയം, വണ്ടി ഓടിക്കുന്ന സമയത്ത്, ബീച്ച് ബീച്ച് മേ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ എന്നാണ്, ഇടയ്ക്കിടെ ബീച്ച് ബീച്ച് മേ. രുക് ജാത്തി ഹേ നിൽക്കുന്നു എന്നാണ്, രുക് ജാത്തി ഹേ നിൽക്കുന്നു, അല്ലെങ്കിൽ ഓഫ് ആവുന്ന അർത്ഥം. അപ്പം എന്തായി? ഗാഡി ചലാത്തെ സമയം ബീച്ച് ബീച്ച് മേ രുക് ജാത്തി ഹേ. ഇതൊരു 5-6 തവണ പറഞ്ഞു നോക്കൂ. ഗാഡി ചലാത്തെ സമയം ബീച്ച് ബീച്ച് മേ രുക് ജാത്തി ഹേ. കാരണം പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. നമ്മൾ ആകെ 2-3 തവണ പറഞ്ഞു, എന്നിട്ട് പോവാണ്, എല്ലാം പഠിച്ച് സാറേ ഭായ് ഗാഡി നാണം കിട്ടും. എന്നാൽ ഗാഡി ചലാത്തെ സമയം ബീച്ച് ബീച്ച് മേ രുക് ജാത്തി ഹേ, ഗാഡി ചലാത്തെ സമയം ബീച്ച് ബീച്ച് മേ രുക് ജാത്തി ഹേ, ഇത്രേ ഉള്ളൂ. എന്തായി? വണ്ടി ഓടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നു അർത്ഥം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും മെക്കാനിക് പറയും, ഞാൻ നോക്കട്ടെ അല്ലേ, പറയില്ലേ? അതാണുള്ളൂ മെക്കാനിക്ക്. അച്ഛാ ശരി, മേ ദേഖ്താ ഹൂ,
മേ ദേഖ്തു, ഞാൻ നോക്കട്ടെ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്നായി. അപ്പോൾ ആ മെക്കാനിക് ഇങ്ങനെ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരൂ, എത്ര ആവുന്നോ അല്ലേ, എത്ര പൈസ ആവുന്നോ, നമ്മുടെ കയ്യിൽ നിന്ന് പോവോ. അപ്പോൾ നമ്മൾ ചോദിക്കണം, അല്ല എത്ര പൈസ ആവുന്നോ, എത്ര പൈസ ആകും എന്ന് അത് ചോദിക്കണം. അത് ചോദിക്കാണ് ബൈ കിത്തനെ പൈസ ലഗേങ്കെ, കിത്തനെ പൈസ ലഗേങ്കെ, കിത്തനെ പൈസ ലഗേങ്കെ എന്നാണ്. കിത്തനെ പൈസ ലഗേങ്കെ, ബൈ കിത്തനെ പൈസ ലഗേങ്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മെക്കാനിക്ക് പറയും, ഇത് കൂടുതലായിട്ടൊന്നും വരില്ല അല്ലേ, കൂടുതലായിട്ടൊന്നും വരില്ല എന്ന് പറയും. പറയാം, ഇതങ്ങനെ പറയും, ജാദാ നെഹി ലഗേങ്കെ എന്നാണ്. ജാദാ നെഹി ലഗേങ്കെ, ജാദാ നെഹി ലഗേങ്കെ. അപ്പോൾ ജാദാ നെഹി ലഗേങ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ചോദിക്കണം, കാരണം പറയാൻ കഴിയില്ല. ചിലപ്പോൾ എല്ലാം നന്നാക്കി എപ്പോഴും പറയാം 3500 റുപ്യെന്ന്. 3500 റുപ്യ. അപ്പോൾ അതുകൊണ്ട് ജാദാ നെഹി ലഗേങ്കെ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ചോദിക്കണം, എത്ര എന്ന് ചോദിക്കണം, കൺഫേം ചെയ്യണം. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഫിർബി, എന്നാലും ബത്താവോ ഉണ്ടോ, ഫിർബി ബത്താവോ, ഫിർബി ബത്താവോ, ഫിർബി ബത്താവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും പറയൂ എന്നാണ്. എന്നാലും പറയൂ, കിത്തനെ ലഗേങ്കെ, ഫിർബി ബത്താവോ കിത്തനെ ലഗേങ്കെ, ഫിർബി ബത്താവോ കിത്തനെ ലഗേങ്കെ. പറയുമ്പോൾ പതുക്കെ പറഞ്ഞാൽ മതി, ഫിർബി ബത്താവോ കിത്തനെ ലഗേങ്കെ, ഫിർബി ബത്താവോ കിത്തനെ ലഗേങ്കെ. ഇവിടെ ഉണ്ടോ, ഫിർബി പറഞ്ഞാൽ എന്നാലും, ബത്താവോ പറയൂ, എന്നാലും പറയൂ എത്ര ആവും, ഫിർബി ബത്താവോ കിത്തനെ ലഗേങ്കെ. അപ്പോൾ നമ്മുടെ മെക്കാനിക് പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ പറയാം. കണ്ടോളി, മെക്കാനിക് പറയാണ്, ये 250 या 300 रुपये लगेंगे. 250, 250 250 എന്ന് പറയാം, യാ അല്ലെങ്കിൽ 300 ചില 300. അപ്പോൾ 250 या 300 रुपये लगेंगे. 250 അല്ലെങ്കിൽ 300 ആകും എന്ന് പറയണം, ആകും ലഗേങ്കെ. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല, 250 300 കുഴപ്പമില്ല എന്ന് പറയാം. ठीक है, ശരി, ठीक है, ശരി. ഫിർത്തോ എന്നാ പിന്നെ, ഫിർത്തോ, ഫിർത്തോ എന്നാ പിന്നെ, എന്നാൽ പിന്നെ, ഫിർത്തോ ठीक कर दो, ഫിർത്തോ ठीक कर दो, എന്നാ പിന്നെ ശരിയായിക്കോ, എന്നാ പിന്നെ ശരി ആക്കിക്കോ എന്നർത്ഥം. ഇനി അയാൾ ഇങ്ങനെ മെക്കാനിക്ക് ശരിയായിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് നമ്മൾ ചോദിക്കുന്നത്, അല്ല എത്ര സമയം എടുക്കും എന്നറിയല്ലോ അല്ലേ, എത്ര സമയം എടുക്കും. അപ്പോൾ എനിക്ക് ചോദിക്കാം, ഇവിടെ കണ്ടോ, കിത്തന ടൈം ലഗേഗ, ബൈ കിത്തന ടൈം ലഗേഗ, ബൈ കിത്തന ടൈം ലഗേഗ, കിത്തന ടൈം ലഗേഗ. ഇത് അങ്ങനെ തന്നെ ഒരു 5-6 തവണ ഞാൻ പറഞ്ഞോളൂ, കിത്തന ടൈം ലഗേഗ. ഇത് നമ്മൾ പലപ്പോഴും അല്ലേ, ഇപ്പോൾ അവിടെ മാത്രമല്ല പല സാഹചര്യങ്ങളിലും നമുക്ക് ഇത് ഹിന്ദിയിൽ പറയേണ്ടി വരാറുണ്ട് അല്ലേ, പറയാറില്ലേ, ഭായ് കിത്തന ടൈം ലഗേഗ, ഭായ് സാബ് കിത്തന ടൈം ലഗേഗ, ഭയ്യ കിത്തന ടൈം ലഗേഗ അല്ലേ, കിത്തന ടൈം ലഗേഗ, എത്ര സമയം എടുക്കുന്നതാണ്. അപ്പോൾ മെക്കാനിക് പറയാണ്, 20 മിനിറ്റ് ലഗേങ്കെ, 20 മിനിറ്റ് ലഗേങ്കെ, 20 മിനിറ്റ് ലഗേങ്കെ വെച്ചാൽ 20 മിനിറ്റ് എടുക്കുന്നതാണ്, 20 മിനിറ്റ് എടുക്കും, 20 മിനിറ്റ് ലഗേങ്കെ. അല്ലെങ്കിൽ 10 മിനിറ്റ് ലഗേങ്കെ, 10, 10 എന്ന് പറയാം, 10, 20 20 എന്ന് പറയും അല്ലേ. അതുപോലെ 30 ആണെങ്കിലോ 30 എന്ന് പറയും. പറയാം 20 മിനിറ്റ് ലഗേങ്കെ എന്ന് വെച്ചാൽ 20 മിനിറ്റ് എടുക്കുന്നതായി. ഇനി അടുത്താണ് കസ്റ്റമറായ നമ്മൾക്ക് ചോദിക്കുന്നത് വേണം, ठीक है, ശരി, ठीक है, ശരി. പിന്നെ പറയണം, അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റിനുള്ളിൽ ഞാൻ തിരിച്ചു വരാം, അല്ലെങ്കിൽ വരാമെന്ന് പറയാണ്. കാരണം ആ 20 മിനിറ്റ് വരെ വെറുതെ അവിടെ നിൽക്കണമല്ലോ, ആ 20 മിനിറ്റ് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നുകൂടെ. അപ്പോൾ അത് പറയാണ്, 20 മിനിറ്റ് കൊണ്ട് ഞാൻ വരാം എന്ന് പറയാം. तो मैं 20 മിനിറ്റ് में आता हूँ. വേണ്ടോ, തോ എന്നാ പിന്നെ, അല്ലെങ്കിൽ എന്നാൽ എന്നർത്ഥമാണ്. മേ ഞാൻ, 20 മിനിറ്റ് മേ, ഇവിടെ ഉണ്ടോ 20 മിനിറ്റ് മേ, 20 മിനിറ്റിൽ നിന്നാണ്, 20 മിനിറ്റിൽ. അപ്പോൾ 20 മിനിറ്റിൽ ആത്താഹു, വരാം എന്നാണ്, വരാം. അപ്പം എന്തായി, ठीक है तो मैं 20 मिनट में आता हूँ, ठीक है तो मैं 20 मिनट में आता हूँ, तो मैं 20 मिनट में आता हूँ. അപ്പം എന്തായി, മെക്കാനിക് പറയാണ് ठीक है, ശരി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് കേട്ടോ, തീർച്ചയായിട്ടും
ഇതാ ആദ്യം ഇതിൻ്റെ എടുത്തോളൂ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതിൻ്റെ എടുത്തോളൂ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മാത്രമേ പോരാ, എന്ത് ചെയ്യണം, നിങ്ങളത് വായിച്ച് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മലയാള ഉച്ചാരണം ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളൊരു 2-3 തവണ കണ്ടോളൂ, കുഴപ്പമില്ല. ഓക്കെ.